കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ട് കഴിഞ്ഞു അല്ലേ? മിണ്ടുന്നില്ലായിരുന്നു. ഹലോ, യെസ്. ഇനി അടുത്ത കീ ടു സക്സസ് അല്ലേ? കീ ടു സക്സസ്സിൽ എന്താ പറയുന്നത്? വിച്ച് ആക്ട് ഈസ് അസോസിയേറ്റഡ് വിത്ത് കോർട്ട് ക്യാൻ ഇന്റർപ്രറ്റ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. കോടതിക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്ന 1 മിനിറ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? വിച്ച് ആക്ട് അസോസിയേറ്റഡ് വിത്ത് കോർട്ട്സ് ക്യാൻ ഇന്റർപ്രറ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ക്വസ്റ്റ്യൻ്റെ അർത്ഥം മനസ്സിലായോ? ക്വസ്റ്റ്യൻ്റെ അർത്ഥം മനസ്സിലായോ? വിടുന്നില്ലേ? അവിടെ എന്താ പറഞ്ഞേക്കുന്നേ? വിച്ച് ആക്ട്, ഏത് നിയമമാണ്, ഈസ് അസോസിയേറ്റഡ് വിത്ത്, എന്തുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്? അസോസിയേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ചേർന്ന് നിൽക്കുന്നത്. വിത്ത് കോർട്ട് ക്യാൻ ഇന്റർപ്രറ്റ്, കോടതിക്ക് ഇന്റർപ്രട്ടേഷൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? വ്യാഖ്യാനം. കോർട്ട് ക്യാൻ ഇന്റർപ്രറ്റ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. റൂളും റെഗുലേഷൻസും, നിയന്ത്രണങ്ങളും കോടതിക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്ന താഴെ പറയുന്ന നിയമം ഏതാണ്? ഏതാണ് നിയമം? ഏതാണ് മക്കളെ? ചാർട്ടർ ആക്ട് 1793. 1793 ചാർട്ടർ ആക്ട് പ്രകാരമാണ് കോടതിക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്ന റൂൾസും റെഗുലേഷൻസും ഉള്ളത്. എന്ന് പറഞ്ഞാൽ അന്നത്തെ ബഹുഭൂരിപക്ഷവും നിയമങ്ങളും കോടതിയുടെ ഇന്റർപ്രട്ടേഷൻ അനുസരിച്ചായിരുന്നു. ബാക്കി എല്ലാവർക്കും ലെസ് റോഡ് മാത്രമേ ഉണ്ടായിരുന്നു. കോടതി എന്ത് പറയുന്നു അതാണ് ശരി. നേതാവ് എന്ത് പറഞ്ഞാലും അങ്ങനെ തന്നെ ചിന്താവാന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ചിന്താവാന്ന്. അതാണ് ഇവിടെ. അടുത്ത എന്താ ക്വസ്റ്റ്യൻ? ഇന്ത്യൻ റിപ്പബ്ലിക് ഈസ് നോട്ട് എ പ്രൊഡക്റ്റ് ഓഫ് ഡാഷ്. ഇന്ത്യൻ റിപ്പബ്ലിക് എന്ന് പറയുന്നത് നോട്ട് എ പ്രൊഡക്റ്റ്, ഒരു ഉൽപ്പന്നമല്ല. എന്തിൻ്റെ ഉൽപ്പന്നമല്ല? താഴെ പറയുന്നതിൻ്റെ ഉൽപ്പന്നമല്ല. ഏതിൻ്റെ ഉൽപ്പന്നമല്ല? ഇറ്റ് ഈസ് നോട്ട് എ പൊളിറ്റിക്കൽ റെവല്യൂഷൻ. എന്തുവാ പൊളിറ്റിക്കൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ? രാഷ്ട്രീയ വിപ്ലവത്തിൽ നിന്നുണ്ടായ, അല്ല ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയതുപോലെ, റഷ്യൻ വിപ്ലവം നടന്നതുപോലെ, ഫ്രഞ്ച് വിപ്ലവം നടന്നതുപോലെ ഒരു വിപ്ലവത്തിൻ്റെ ഉൽപ്പന്നമല്ല ഏത്? ഇന്ത്യൻ റിപ്പബ്ലിക്. ഇന്ത്യൻ റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ എഴുതി ഉണ്ടാക്കിയ നിയമത്തിൻ്റെയും കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട അധികാര ഉടമ്പടിയാണ്. പിന്നെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പരിഗണനയിൽ വന്നുകൊണ്ടുള്ള ഭരണഘടനാപരമായ റിപ്പബ്ലിക്കാണ്. ഇറ്റ് ഈസ് നോട്ട് എ പൊളിറ്റിക്കൽ റെവല്യൂഷൻ. ഡിസ്കഷൻ ശരിയാണ്. മെയ്ഡ് ബൈ ബോഡി ഓഫ് എമിനൻറ്റ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ പീപ്പിൾ, അതും ശരിയാണ്. ഓക്കെ, പൊളിറ്റിക്കൽ റെവല്യൂഷൻ പ്രകാരമല്ല, ഡിസ്കഷൻ പ്രകാരമാണ് വന്നത്. മെയ്ഡ് ബൈ ദ ബോഡി ഓഫ് എമിനൻറ്റ് റെപ്രസെൻറ്റേറ്റീവ്, അതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ എന്ത് വന്നത്? റിപ്പബ്ലിക് വന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പൊളിറ്റിക്കൽ പാർട്ടി വാസ് ഫസ്റ്റ് റെക്കഗ്നൈസ്ഡ് ആൻഡ് ലേറ്റർ ഓൺ എഗെയിൻ re-recognize a national party by Election Commission of India? എന്താ പറഞ്ഞേ? ആദ്യം വിച്ച് പൊളിറ്റിക്കൽ പാർട്ടി വാസ് ഫസ്റ്റ് ഡീറെക്കഗ്നൈസ്ഡ്? എലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആദ്യം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ അംഗീകരിക്കാതെയും അതിനുശേഷം അംഗീകരിക്കുകയും ചെയ്ത പൊളിറ്റിക്കൽ പാർട്ടി ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. കാര്യം എന്താണെന്നറിയാമോ? എനിക്ക് തോന്നുന്നത്, എൻ്റെ ഊഹം ശരിയാണെങ്കിൽ കേട്ടോ, 2014 തൊട്ട് മുമ്പേ നടന്ന തെരഞ്ഞെടുപ്പിൽ, അപ്പോൾ 2009 അല്ലേ?
2009 നടന്ന തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറഞ്ഞ പാർട്ടിയുടെ ദേശീയ അംഗീകാരം നഷ്ടപ്പെട്ടു. അപ്പോൾ ദേശീയ അംഗീകാരം നിലനിർത്തുന്നതിന് വേണ്ടി ദേശീയ അംഗീകാരത്തിലെ റെപ്രസെൻ്റ് ഓഫ് പീപ്പിൾ ആക്ടിൽ കുറച്ച് ഭേദഗതികളൊക്കെ വരുത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയെ ദേശീയ പാർട്ടിയായി നിലനിർത്തി. അതിനെക്കുറിച്ചാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പൊളിറ്റിക്കൽ പാർട്ടീസ് വാസ് ഫസ്റ്റ് ഡീറെക്കഗ്നൈസ്ഡ്, അംഗീകരിച്ചില്ല, ആൻഡ് ലേറ്റർ ഓൺ എഗൈൻ റെക്കഗ്നൈസ്ഡ് ആസ് എ നാഷണൽ പാർട്ടി ബൈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. നാഷണൽ പാർട്ടി എന്നാണ് പറഞ്ഞേക്കുന്നത്, ദേശീയ പാർട്ടി. അതാണ് ഏത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. മനസ്സിലായോ? CPI ബ്രാക്കറ്റിൽ M, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. അടുത്തത് സ്പീക്കർ ഓഫ് ലോക്സഭ. സ്പീക്കർ ഓഫ് ലോക്സഭ or has a right to vote only in the case of a tie. ടൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും വോട്ട് തുല്യമായാൽ അതിനെയാണ് ടൈ എന്ന് പറയുന്നത്. അങ്ങനെ ടൈ വന്നാൽ മാത്രമേ ആര് വോട്ട് ചെയ്യാൻ പാടുള്ളൂ? സ്പീക്കർ ഓഫ് ലോക്സഭ വോട്ട് ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായോ? അക്കോർഡിംഗ് ടു വിച്ച് ആർട്ടിക്കിൾസ് ഓഫ് ഇന്ത്യ the Indian Constitution is Hindi in Devanagari script of official language of the Union. എന്താ പറഞ്ഞേക്കുന്നത്? അക്കോർഡിംഗ് ടു വിച്ച് ആർട്ടിക്കിൾസ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഈസ് ഹിന്ദി, എന്താണ്? ഭരണഘടന ഹിന്ദിയിൽ ഉപയോഗിക്കാം. ഇൻ ദേവനാഗരി സ്ക്രിപ്റ്റ്, സംസ്കൃതത്തിൽ ഭരണഘടന ഉപയോഗിക്കാം. ഇൻ ദ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ദ യൂണിയൻ, യൂണിയൻ്റെ ഔദ്യോഗിക ഭാഷയിലും ഉപയോഗിക്കാം എന്ന് പറയുന്നത് ഹിന്ദി ഉപയോഗിക്കാം, സംസ്കൃതം ഉപയോഗിക്കാം എന്നൊക്കെ പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? ആർട്ടിക്കിൾ 343 ആണ് പറയുന്നത്. 343 ഒന്ന് വായിക്കേ. 343 ഒന്ന് വായിച്ചേ. ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ദ യൂണിയൻ അല്ലേ? ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ദ യൂണിയൻ 139 പേജിൽ. വായിക്കട്ടെ സാർ? യെസ്. Official language of the Union. 1. The official language of the Union shall be Hindi in Devanagari. എന്തുവാ പറഞ്ഞേക്കുന്നേ? The official language of the Union. The official language of the Union shall be Hindi. നിർബന്ധമായിട്ടും എന്തായിരിക്കണം? ഇൻ ദേവനാഗരി സ്ക്രിപ്റ്റ്. അപ്പോൾ 343(1) അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അല്ലേ? വേറെ കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്, തൽക്കാലം അങ്ങോട്ട് പോകണ്ട. അടുത്തെന്താ പറഞ്ഞേക്കുന്നേ? 123, ആർട്ടിക്കിൾ 123 എന്താ പറഞ്ഞേക്കുന്നേ? Parliament. എന്താ പറഞ്ഞേക്കുന്നേ? During the recession of Parliament. പാർലമെന്റ് ഇല്ലാത്ത സമയത്ത് എന്താണ്? പാർലമെന്റ് ഇല്ലാത്ത സമയത്ത് ഓർഡിനൻസ് മേക്കിംഗ് പവർ ആർക്കുണ്ട്? പ്രസിഡന്റിനുണ്ട്. അതാണ് 123 പറയുന്നത്. 1, 2, 3. ഗവർണർ അധികാരം പറയുന്നത് എവിടെ മക്കളെ? നിയമസഭ ഇല്ലാത്ത സമയത്ത് ഓർഡിനൻസ് പാസ്സാക്കാമെന്ന് ഗവർണറുടെ അധികാരം പറയുന്നത് എപ്പോഴാണ്? എവിടെയാണ്? എവിടെയാക്കില്ല മോളെ? മിണ്ടുന്നില്ലേ? ഗവർണർ 213. ഓർഡിനൻസ് മേക്കിംഗ് പവർ ഓഫ് പ്രസിഡന്റ് 123. മനസ്സിലായോ? യെസ്. അടുത്ത എന്തുവാ? 243 എന്താ മക്കളെ? 243
243 എന്ന് പറഞ്ഞാൽ ഏതാണ്? ഡെഫിനിഷൻ ഓഫ് പഞ്ചായത്ത് അല്ലേ? പഞ്ചായത്തി രാജ് സംവിധാനവുമായി ബന്ധപ്പെട്ട്. അവിടെ ആരാ ശബ്ദം ഉണ്ടാക്കുന്നത്? 223 എന്തുവാ? അപ്പോയിൻമെന്റ് ഓഫ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ്. എഴുതി വെച്ച് പഠിച്ചോണം. അപ്പോയിൻമെന്റ് ഓഫ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് 223. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിനെ 6 മാസം കഴിയുമ്പോൾ എന്താക്കും? പെർമനന്റ് ആക്കും. മനസ്സിലായോ? യെസ്. അപ്പോൾ അവിടെ 4 ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. 4 ആർട്ടിക്കിളിന് പകരം നമ്മൾ 5 ആർട്ടിക്കിൾ ഇവിടെ പഠിച്ചിട്ടുണ്ടേ. അടുത്തത് എന്താണ്? Which constitutional article provides personal immunity to the head of the state or his official act from the legal action, including proceeding from the contempt of court? താഴെ പറയുന്നതിലെ വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾ, ഭരണഘടനാപരമായ ഏത് ആർട്ടിക്കിളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? പേഴ്സണൽ ഇമ്മ്യൂണിറ്റി. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ വ്യക്തിപരം, ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ പ്രതിരോധം. ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ പ്രതിരോധം. ടു ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. ആരാ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്? സംസ്ഥാനത്താണെങ്കിൽ ഗവർണർ. ഇന്ത്യയിലാണെങ്കിൽ പ്രസിഡന്റ്. ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്സ് ഫോർ ഹിസ് ഒഫീഷ്യൽ ആക്ട്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കൃത്യം. ഒഫീഷ്യൽ ആക്ട്, ഔദ്യോഗിക കൃത്യം. ഫ്രം ദ ലീഗൽസ് ആക്ഷൻ. കോടതിയിൽ ഗവർണർ കോടതിയിൽ മറുപടി പറയേണ്ടതില്ല. പ്രസിഡന്റ് മറുപടി പറയേണ്ടതില്ല. ഇൻക്ലൂഡിങ് പ്രൊസീഡിങ്സ് ഫോർ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്. എന്തിന്? കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് പ്രൊസീഡിങ്സ് അടക്കമുള്ളതിന് എന്തില്ല? പ്രസിഡന്റിനെ ചോദ്യം ചെയ്യാൻ കഴിയില്ല, ഗവർണറെയും ചോദ്യം ചെയ്യാൻ കഴിയില്ല. അതേതാണ് ആർട്ടിക്കിൾ? ഏതാണ്? ആർട്ടിക്കിൾ 361. 361. 360 എന്താ? Provisions as to financial emergency. Yes, 360 financial emergency. 361 immunity of the president and governors. മനസ്സിലായോ? 362 എന്താ? Rights and privileges of rulers of the Indian states is repealed. 362 അല്ലേ? അതെ, 362 റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ് ഓഫ് ദി റൂളേഴ്സ് ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. അടുത്തെന്താ? 368 എന്താ മക്കളെ? Amending power of parliament. യെസ്, ഒരിക്കലും മറന്നു പോകരുത്. അമെൻഡിങ് പവർ ഓഫ് ദ പാർലമെന്റ്. പാർലമെന്റിന് ഭരണഘടനയെ ഭേദഗതി ചെയ്യാം. 369 Temporary power to parliament to make laws with respect to certain matters in the state list as if they were matters in the concurrent list. യെസ്, കൺകറന്റ് ലിസ്റ്റിലുള്ള സംസ്ഥാന സബ്ജക്റ്റുകളെ കുറിച്ച് പാർലമെന്റ് നിയമം നിർമ്മിക്കാം. അതുകൊണ്ടാണ് വിദ്യാഭ്യാസത്തിന് നരേന്ദ്ര ദാമോദർ ദാസ് മോദിജി എന്ന് പറയുന്ന ഗവൺമെൻറ് വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചത്. കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട ഒരു വിഷയത്തിൽ അത് സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ടതാണെങ്കിലും നിയമനിർമ്മാണം നടത്താം. 369 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. മനസ്സിലായോ? അടുത്ത് ബിഫോർ ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ. സ്വാതന്ത്ര്യത്തിന് മുമ്പ്. ദാദ്ര ആൻഡ് നാഗർ ഹവേലി വെയർ അണ്ടർ ദ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ് ഡാഷ്. ദാദ്രയും നാഗർ ഹവേലിയും ഒക്കെ ആരുടെ നിയന്ത്രണത്തിലായിരുന്നു? പോർച്ചുഗീസ്. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും കുറച്ച് നാൾ പോർച്ചുഗീസ് കൈവശം വെച്ചിരുന്നു കേട്ടോ. അവസാനം പോർച്ചുഗീസ് ഫ്ലൈറ്റ് എയർക്രാഫ്റ്റ് നമ്മുടെ രാജ്യ അതിർത്തിക്കകത്തുകൂടി പറന്നിട്ട് വേണം ദാദ്രയും നാഗർ ഹവേലിയിലേക്ക് ഇറങ്ങാൻ. അപ്പോൾ ഇന്ത്യൻ ഭടന്മാർ വെടിവെച്ചിടുമെന്ന് പറഞ്ഞത്. അതിനുശേഷമാണ് ദാദ്രയും നാഗർ ഹവേലിയൊക്കെ എന്ത് ചെയ്തത്? നമുക്ക് കിട്ടിയത്. മനസ്സിലായോ? ഓക്കെ.
അടുത്തത്, under which constitution article union government has the power to give direction the state government regarding any of the provisions of the constitution? ഭരണഘടനയിലെ ഏതെങ്കിലും പ്രൊവിഷനെ കുറിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് നിർദ്ദേശം കൊടുക്കാം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? 368 അല്ല, 368 അല്ല. അതെന്താ 368? എന്താ? അമെൻഡിങ് പവറാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? 365. 362 എന്ത് മക്കളെ? റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ് ഓഫ് റൂളേഴ്സ് ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. ഇപ്പം നിലവിലുണ്ടോ? ഇല്ല, റിപ്പീൽഡ്. 367 എന്താ? ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വ്യാഖ്യാനങ്ങൾ. ഭരണഘടനയിലെ ഓരോ വസ്തുതയെയും കുറിച്ച് വിശദീകരിക്കുന്ന സ്ഥലമാണ് അവിടെ. ഇന്റർപ്രിട്ടേഷൻ, വ്യാഖ്യാനം. ഓക്കെ, അടുത്തത്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഫോറിൻ സ്റ്റേറ്റ് ആസ് ഗിവൺ ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ? ഭരണഘടനയിൽ ഫോറിൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താകുന്നു? യെസ്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമല്ലാതെ മറ്റേത് രാജ്യത്തെ കുറിച്ച് പറഞ്ഞാലും അത് ഫോറിൻ സ്റ്റേറ്റ് ആണ്. അടുത്തത്, which of the following post is by the convention always held by the member of an opposition party? Which of the following post is by the convention always held by the member of opposition party? പ്രതിപക്ഷം കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? താഴെ പറയുന്നത് ഏതാണ്? ചെയർമാൻ ഓഫ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ മറ്റെന്ത് കാര്യത്തിൽ തർക്കമുണ്ടായാലും സാമ്പത്തിക കാര്യങ്ങളിൽ അവർക്ക് വലിയ തർക്കമില്ല. കാര്യം എന്താ? പ്രതിപക്ഷ നേതാവാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ. അത് തന്നെ, പ്രതിപക്ഷവും ഭരണപക്ഷവും കൂടെ ഒരുമിച്ചാണ് കൈയിട്ട് വരുന്നത്. അപ്പൊ പിന്നെ സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ച് അവർക്ക് വലിയ തർക്കം ഉണ്ടാകത്തില്ല. ചെയർമാൻ ഓഫ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി. പൊടി കിട്ടിയാ? എനി ഡൗട്ട്? സാറാ, നാലാമത്തെ ചോദ്യം. യെസ്. The Speaker of Lok Sabha has vote only in the case of a tie. Tie എന്ന് പറഞ്ഞതാണ് പ്രതിപക്ഷ വോട്ടും ഭരണപക്ഷ വോട്ടും തുല്യമാകുന്നതിനെ പറയുന്ന പേരാണ് ടൈ. അങ്ങനെ ടൈ വന്നാൽ മാത്രമേ ആർ വോട്ട് ചെയ്യാൻ പാടുള്ളൂ? എവിടെയാ സ്പീക്കർ വോട്ട് ചെയ്യുന്നത്? എല്ലാ ബില്ലിലും വോട്ട് ചെയ്യാം. ലോകസഭയ്ക്കകത്ത് വരുന്ന, രാജ്യസഭയിലല്ല, ലോകസഭയ്ക്കകത്ത് വരുന്ന എല്ലാ ബില്ലിനും സ്പീക്കർ വോട്ട് ചെയ്യാം. ഇങ്ങനൊരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ ജനറലി ഹി ഹാവ് നോ വോട്ട്. കേട്ടോ, സാധാരണഗതിയിൽ അയാൾക്ക് വോട്ടില്ല, പക്ഷെ ടൈ വന്നാൽ വോട്ടുണ്ട്. ടൈ വന്നാൽ സ്പീക്കർ MP ആവും. പുള്ളി ഇറങ്ങിയെന്ന് വോട്ട് ചെയ്യും. മനസ്സിലായോ? ശരി. ഇനി അതർ ഡൗട്ട്? മോള് വായിച്ചേ കേക്കട്ടെ. വായിക്കുന്നില്ലേ? 1. Which act is associated with the court can interpret the rules and regulations? Charter Act of 1793. 2. Indian Republic is not the product of political revolution. 3. Which of the following political parties was first de-recognized and later on again recognized as a national party by Election Commission of India? Communist Party of India, Marxist. 4. The Speaker of the Lok Sabha votes only in case of tie. 5. According to which articles of the Indian Constitution is Hindi in Devanagari script the official language of the Union? Article 343.
6. Which constitutional article provides personal immunity to the head of the states for his official act from legal action, including proceedings for contempt of court? Article 361. 7. Before the independence of India, Dadra and Nagar Haveli were under the administrative control of Portuguese. 8. Under which constitutional article Union government has the power to give direction to the state government regarding any any of the provisions of the Constitution? Article 365. 9. What is the meaning of foreign state as given in our Indian Constitution? Any state other than India. 10. Which of the following posts is by convention always held by a member of an opposition party, chairman of Public Accounts Committee? ആ ഇഞ്ചക്ഷൻ മോൾ വായിച്ചേ. പോയാ Newton. So, Rules and Regulations, Charter Act of 1793. 2. Indian Republic is not the product of political revolution. 3. Which of the following political parties was first recognized later on again recognized as the national party by Election Commission of India, Communist Party of India, Marxist? 4. Speaker of the Lok Sabha votes only in case of tie. 5. According to which articles of the Indian Constitution, Devanagari script language of the Union, Article 343. 6. Constitution article provides personal immunity to the head of the states for his official act from legal action, including proceedings for contempt of courts, Article 361. 7. Before the independence of India, Dadra and Nagar Haveli were under the administrative control of Portuguese. 8. Under which constitutional article Union government has the power to give direction to state government regarding the provisions of the Constitution, Article 365. 9. What is the meaning of foreign state as given in our Indian Constitution? Any state other than India. 10. Of the following always held by a member of an opposition party, chairman of Public Accounts Committee. യെസ്, എനി ഡൗട്ട്? Sir, അല്ല ക്വസ്റ്റ്യൻ 8 ഒന്നും കൂടെ പറയൂ. യെസ്. അണ്ടർ വിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ, ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ പ്രകാരമാണ് യൂണിയൻ ഗവൺമെൻറ് ഹാസ് ദ പവർ, സെൻട്രൽ ഗവൺമെൻറ്റിന് ഒരു പവർ കിട്ടുന്നത്, ടു ഗീവ് ഡയറക്ഷൻ, എന്തിനു വേണ്ടി? നിർദ്ദേശം കൊടുക്കുന്നതിന് വേണ്ടി. ആർക്ക്? ടു ദ സ്റ്റേറ്റ് ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് നിർദ്ദേശം കൊടുക്കുന്നതിന് വേണ്ടി ഏത് വകുപ്പ് പ്രകാരമാണ് കേന്ദ്ര ഗവൺമെൻറ് അധികാരം കിട്ടുന്നത്? റിഗാർഡിങ് എനി പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനാപരമായൊരു തർക്കമുണ്ടായാൽ, ഏതെങ്കിലും ആർട്ടിക്കിൾ ഉണ്ടായാലിനെ കുറിച്ചൊരു തർക്കമുണ്ടായാൽ അതിന് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് നിർദ്ദേശം കൊടുക്കുന്നതിന് വേണ്ടി ഏത് വകുപ്പാണ് ഉപയോഗിക്കുന്നത്? ഏത് വകുപ്പാണ് ഉപയോഗിക്കുന്നത്? 365 ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ 365 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അതുകൊണ്ടാണ് ഇതിനെ ഭരണഘടന എന്ന് വിളിക്കുന്നത്. ഭരിക്കുന്നവർ എന്ത് ചെയ്യണം എന്ന് പറയുന്ന സാധനം. മനസ്സിലായോ? ആ സർ. യെസ്. നെക്സ്റ്റ് 11, ക്വസ്റ്റ് നമ്പർ 11 അല്ലേ? The Council of Ministers in India remains in office as long as it enjoys the confidence of the dash. ആരുടെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തുടരും? ഹൗസ് ഓഫ് പീപ്പിൾ അല്ലേ? ജനസഭയുടെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തുടരും. അല്ലെങ്കിൽ നമ്മൾ നോൺ കോൺഫിഡൻസ് മോഷൻ അവതരിപ്പിച്ചെടുത്ത് പുറത്തു കളയും. മനസ്സിലായോ? അടുത്തത്, ഇലക്ടറൽ ഡിസ്പ്യൂട്ട് അറൈസിങ് ഔട്ട് ഓഫ് ദ പ്രസിഡൻഷ്യൽ ആൻഡ് വൈസ് പ്രസിഡന്റ് എലക്ഷൻസ് ആർ സെറ്റിൽഡ് ബൈ ഒൺലി സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ആരാണ്? സുപ്രീം കോർട്ട്. Electoral dispute arising out of presidential and vice president election are settled by the Supreme Court of India. മനസ്സിലായോ? അടുത്ത്
എലക്ഷൻ ഡിസ്പ്യൂട്ട് അറൈസിംഗ് ബിറ്റ്വീൻ ദ പ്രസിഡന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട തർക്കമുണ്ട്. വൈസ് പ്രസിഡന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടെങ്കിൽ അത് കേൾക്കാൻ ആകെ അധികാരമുള്ള ഒറ്റ കോടതിയെ ഇന്ത്യയിലുള്ളൂ. അതേതാണ്? സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ഓക്കെ. Both the president and the governors in India have power to promulgate ordinance. Both president and governors in India have to promulgate ordinance. എന്താണ് അതിൻ്റെ അർത്ഥം? പ്രസിഡന്റിനും ഗവർണർമാർക്കും ഇന്ത്യയിൽ ഓർഡിനൻസ് പ്രഖ്യാപിക്കാൻ കഴിയും എന്ന പ്രസ്താവന ശരിയാണോ തെറ്റാണോ? ഓർഡിനൻസ് എന്ന് പറഞ്ഞാൽ ഓർഡിനൻസ് എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ. എന്താണ് ആൻസർ? ഡി അല്ലേ? ട്രൂ. ഓൺലി ഈസ് ദ പ്രസിഡന്റ് പാർലമെന്റ് ആൻഡ് ദ കൺസേൺ ലെജിസ്ലേച്ചർ ഈസ് നോട്ട് ഇൻ സെഷൻ. ശരിയാണ്. എന്ത് ശരിയാണ്? പാർലമെന്റോ നിയമസഭയോ കൂടാത്ത സമയത്ത് ഓർഡിനൻസ് കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ട് ഇപ്പം ചെയ്യുന്ന പരിപാടി എന്താണെന്നറിയാമോ? പാർലമെൻറ്റിൽ ചർച്ചയ്ക്ക് വരാതെ നിയമം കൊണ്ടുവരണം തോന്നിയാണെങ്കിൽ പാർലമെൻറ്റ് പിരിയുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ഒരു ഓർഡിനൻസ് കൊണ്ടുവരും. അപ്പോൾ 6 മാസം വരെ പ്രാബല്യത്തിൽ വരും. അതിനുശേഷം ചർച്ച ചെയ്ത് പാസ്സാക്കിയെടുക്കും. അത്ര മിടുക്കന്മാരാണ് നമ്മുടെ ആൾക്കാർ. മനസ്സിലായോ? ഇല്ല സാർ, അതൊന്നും കൂടി. ബോത്ത് പ്രസിഡന്റിനും ഗവർണർമാർക്കും ഇന്ത്യയിൽ ഓർഡിനൻസ് എന്ന് പറഞ്ഞാൽ ഉത്തരവ് കൊണ്ടുവരാൻ അധികാരമുണ്ട് എന്ന് പറയുന്ന പ്രസ്താവന ശരിയാണ്. ബി തെറ്റാണ്. സി ട്രൂ. ഒൺലി ദ പാർലമെന്റ് ആൻഡ് കൺസേൺ ലെജിസ്ലേച്ചർ ഇൻ സെഷൻ. പാർലമെന്റും നിയമസഭയും നടക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കൂടുന്ന സമയത്ത് കൊണ്ടുവരാം. ഡി ട്രൂ. ശരിയാണ്. എന്താണ് ശരി? പ്രസിഡന്റിന് ഓർഡിനൻസ് കൊണ്ടുവരാം. ശരിയാണ്. ഗവർണർക്ക് ഓർഡിനൻസ് കൊണ്ടുവരാം. ശരിയാണ്. ട്രൂ. ഓൺലി ഇഫ് ദ പാർലമെന്റ് ആൻഡ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഈസ് നോട്ട് ഇൻ സെഷൻ. പാർലമെന്റും നിയമസഭകളും കൂടാത്ത സമയത്താണെങ്കിൽ ഗവർണർക്കും പ്രസിഡന്റിനും എന്ത് കൊണ്ടുവരാം? ഓർഡിനൻസ് കൊണ്ടുവരാം. മനസ്സിലായോ? മനസ്സിലായോ? sir. Yes. You understood? Yes sir. Yes. അടുത്തത്. Who decides whether a member of parliament is subject to any disqualification? ഒരു പാർലമെന്റ് അംഗം ഡിസ്ക്വാളിഫൈഡ് ആണ് എന്ന് തീരുമാനിക്കുന്ന വ്യക്തി ആരാണ്? സ്പീക്കർ ഓഫ് ലോക്സഭ. സ്പീക്കർ ഓഫ് ലോക്സഭ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ആർട്ടിക്കിൾ 1 അല്ലേ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡിക്ലെയർസ് ദാറ്റ്. എന്തുവാ പറയുന്നേ? യൂണിയൻ ഓഫ് ദ സ്റ്റേറ്റ്. ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്. ആർട്ടിക്കിൾ 1 ഒന്ന് വായിച്ചേ. നെയിം ഓഫ് ദി ടെറിട്ടറി ഓഫ് ദി യൂണിയൻ. യെസ്. ഡീറ്റെയിൽ ആയിട്ട് വായിക്കൂ. Name and territory of the Union. 1. India, that shall be a union of states. 2. The states India, and the that is Bharat, shall be a union of states. അല്ലേ? Shall be a union of states. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആർട്ടിക്കിൾ 1 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡിക്ലെയർസ് ഇന്ത്യ ഈസ് ആസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്. ഇന്ത്യ സംസ്ഥാനങ്ങളുടെ യൂണിയനാണ് എന്ന് പറയും. അടുത്തത്. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് കേസ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അലൗസ് ആൻ എക്സെപ്ഷൻ ടു ദ റൂൾ ഓഫ് ഇക്വാളിറ്റി. ഇക്വാളിറ്റിക്കെതിരായി ചിലർക്ക് ചില എക്സെപ്ഷൻസുകൾ അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. ആർക്കൊക്കെയാണെന്നാണ് ചോദ്യം.
ആർക്കൊക്കെയാണ്? പ്രസിഡന്റിനും ഗവർണർക്കും. പ്രസിഡന്റും ഗവർണറും ഇക്വാളിറ്റിക്കൽ എക്സെപ്ഷൻ ആണ്. കാരണം ദേ ഹാവ് ഇമ്മ്യൂണിറ്റി ഫ്രം ദ കോർട്ട്, അല്ലേ? അതെ. ഇതിനു മുമ്പ് ഞാൻ ഒരു കഥ പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇന്ത്യൻ പ്രസിഡന്റായ KR നാരായണൻ ഇന്ത്യൻ പ്രസിഡന്റ് ആയപ്പോൾ ഉത്തർപ്രദേശിലെ ഒരു മുനിസിഫിന് ഒരാളൊരു പണി കൊടുത്തു. അദ്ദേഹം ഒരു വലിയ കേസൊക്കെ എഴുതി തയ്യാറാക്കിയിട്ട് KR നാരായണൻ എന്ന് പറയുന്ന ഇന്ത്യൻ രാഷ്ട്രപതിക്കെതിരെ എന്തു കൊടുത്തു? ഒരു സമൻസ് അയക്കാൻ പറഞ്ഞു. സമൻസ് ഒപ്പിട്ട് ആരയച്ചു? മുനിസിഫ് അയച്ചു. ലഖ്നൌവിലെ ഹൈക്കോടതി അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞ് റെസിഗ്നേഷൻ എഴുതി തരാൻ പറഞ്ഞു. അയാളെ സർവീസിൽ നിന്ന് പിരിച്ചു വിട്ടു. അന്ന് ഞാൻ ലോ കോളേജിൽ പഠിക്കായിരുന്നു, ഭയങ്കര വാർത്തയായിരുന്നത്. മനസ്സിലായോ? പ്രസിഡന്റിനെതിരെ സമൻസ് അയച്ചു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഓർക്കണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കേസസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അലോസ് ആൻ എക്സെപ്ഷൻ ദ റൂൾ ഓഫ് ഇക്വാളിറ്റി? ആർക്കൊക്കെയാണ്? പ്രസിഡന്റ് ആൻഡ് ഗവർണേഴ്സ്. A national emergency in India remains in operation with approval of the parliament for dash. ഒരു എമർജൻസി ഡിക്ലെയർ ചെയ്താൽ പാർലമെന്റ് അംഗീകരിച്ചാൽ എത്ര തവണ അല്ലെങ്കിൽ എത്ര ദിവസം എമർജൻസി ഇന്ത്യയിൽ നിലനിൽക്കും? എത്ര ദിവസം നിലനിൽക്കും? ഇൻഡെഫിനിറ്റ് പീരീഡ്. ഇൻഡെഫിനിറ്റ് പീരീഡ്. ഭരണാധികാരികൾ നല്ലതാണെങ്കിൽ പെട്ടെന്ന് പിൻവലിക്കും, ഇല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് പീരീഡ്. കോവിഡിനെ പോലെയാണ്, എപ്പം പിൻവലിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. പാർലമെന്റ് ഓർ എ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഇൻ ഇന്ത്യ ക്യാൻ ഡിക്ലെയർ എ സീറ്റ് വേക്കൻറ്റ് if a member absent himself without notice from the session more than dash days. എത്ര ഡേയ്സ്? 60 days. എന്തെങ്കിലും മനസ്സിലായോ? നിയമസഭാ സമ്മേളനം നടക്കുമ്പോഴോ പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോഴോ ഒരു MP അല്ലെങ്കിൽ ഒരു MLA കാരണമില്ലാതെ ഹാജരാകാതിരുന്നാൽ, എത്ര ദിവസം വരെ ഹാജരാകാതിരുന്നാൽ അയാളെ ഒഴിവാക്കും എന്നാണ് ചോദ്യം. എത്ര ദിവസം വരെ ഹാജരാകാതിരുന്ന ഒഴിവാക്കും? എത്ര ദിവസം വരെ ഹാജരാകാതിരുന്ന ഒഴിവാക്കും മക്കളെ? 60 days. അതെ, 60 ദിവസം വരെ നമ്മൾ വോട്ട് ചെയ്ത് വിടുന്നയാൾ നമുക്ക് വേണ്ടി നിയമസഭയിൽ ചെന്നില്ലെങ്കിൽ അയാളെ ഒഴിവാക്കിയിട്ട് ബൈ ഇലക്ഷൻ നടത്തും. ബൈ ഇലക്ഷൻ, മനസ്സിലായോ? 19. എ ഹങ് പാർലമെന്റ് മീൻസ്, ഹങ് പാർലമെന്റ്, ഹങ് എന്ന് പറഞ്ഞാൽ എന്താണ്? തൂക്ക് പാർലമെന്റ്. തൂക്ക് പാർലമെന്റ്. ഏതാണ് ഹങ് പാർലമെന്റ് എന്ന് പറഞ്ഞാൽ? എ പാർലമെന്റ് ഇൻ വിച്ച് നോ പൊളിറ്റിക്കൽ പാർട്ടി ഗെറ്റ് അബ്സല്യൂട്ട് മെജോറിറ്റി. മെജോറിറ്റി ഇല്ലാത്ത, കേവല ഭൂരിപക്ഷം കിട്ടാത്ത പാർലമെന്റിനെയാണ് എന്ന് പറയുന്നത് ഹാങ്, തൂക്ക് പാർലമെന്റ് എന്ന് പറയുന്നത്. Any doubt? ഇല്ല സർ. Yes. മോള് വായിച്ചേ. 11. The Council of Ministers in India remains in office as long as it enjoys the confidence of the House of People. 12. Electoral disputes arising out of presidential and vice presidential election are settled by Supreme Court of India. 13. Both the president and the governors in India have power to promulgate ordinance. The statement is true only if the parliament and the concerned legislature is not in session. 14. Who decides whether a member of parliament is subject to any disqualification? Speaker of Lok Sabha. 15. Article 1 of the Constitution of India declares in India as Union of State. 16. In which of the following cases the of India allows an exception to the rule of equality, president and governor? 17. A national emergency in India remains in operation with approval of parliament for indefinite period. 18. Parliament or a state legislature in India can declare a seat vacant if a member absent himself without notice from the session for more than 60 days. 19. A hung parliament means a parliament in which no political party gets an absolute majority.
യെസ് അഞ്ജുഷ് മോൾ വായിച്ചേ. 11. The Council of Ministers in India remains in office. The confidence of the House of People. 12. Electoral disputes arising out of presidential and vice presidential election are settled by Supreme Court of India. 13. Both the president and the governors in India have power to promulgate ordinances. The statement is true only if the parliament and the concerned legislature is not in session. 14. Who decides whether a member of parliament is subject to any disqualification? Article 1 of the Constitution of India declares India as Union of States. 16. In which of the following cases the Constitution of India allows an exception to the rule of authority, President and Governor? 17. National emergency in India remains in operation with the approval of Parliament for indefinite period. 18. Parliament or a state legislature in India can declare a seat vacant if a member absent himself without notice from the sessions for more than 60 days. 19. A hung parliament means a parliament in which no political party gets an absolute majority. Any doubt? Yes, sir. Yes. അടുത്ത ക്വസ്റ്റ്യൻ 20. When the office of both the President and Vice President of India are vacant, then their functions will be discharged by dash Supreme Court of India, Chief Justice of the Supreme Court. Okay? മനസ്സിലായോ? When the Chief office Justice of of both President and Vice President are vacant, പ്രസിഡന്റും നിലവിലില്ല, വൈസ് പ്രസിഡന്റും ഇല്ല, എങ്കിൽ പ്രസിഡന്റിന് പകരം ആര് പ്രവർത്തിക്കുമെന്നാണ് ചോദ്യം. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പ്രവർത്തിക്കും. മനസ്സിലായോ? പ്രസിഡന്റ് ഇല്ല, വൈസ് പ്രസിഡന്റും ഇല്ല, അർജന്റായ ഒരു ഫയലിൽ അല്ലെങ്കിൽ ഒരു നിയമത്തിൽ ഒപ്പിടേണ്ടതുണ്ട്. ആരൊപ്പിടും എന്നാണ് ചോദ്യം. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഒപ്പിടും. ഓക്കെ? Okay, sir. Yes. 21. Which article of Indian Constitution, article of the Constitution of India provides that Government of India can sue and be sued in the name of Union of India? ഇന്ത്യൻ ഗവൺമെൻറ്റിനെതിരെ കേസ് കൊടുക്കുന്നത് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ പേരിലായിരിക്കണം. ഇന്ത്യൻ ഗവൺമെൻറ് കേസ് കൊടുക്കുന്നതും യൂണിയൻ ഓഫ് ഇന്ത്യയുടെ പേരിലായിരിക്കണം. പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിൻ്റെയും പേരിലൊന്നും ആവരുത് എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? ഏത് ആർട്ടിക്കിളാണ് അങ്ങനെ പറയുന്നത്? ഏത് ആർട്ടിക്കിളാണ് പറയുന്നത്? 300. ഏതാ പറയുന്നത്? 300. 300A പ്രത്യേകത എന്താ? Right to property. Yes, it is property right. It is related to property. Okay? 368 എന്താ? Amending power. Amending power of the parliament അല്ലേ? 226 എന്താ? 226. Power of High Court to issue certain writs. 226 of the Constitution of India. ഞാൻ എപ്പോഴും പറയുന്നതാണ് റിട്ട് ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ ഹൈക്കോർട്ട്. എന്താണ്? റിട്ട് ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ ഹൈക്കോർട്ട്. യെസ്. 370 എന്ന് പറഞ്ഞാൽ എന്താണ്? 370. നിങ്ങൾ ഇവിടെ ഒന്നും അല്ലേ? Temporary provisions with respect to the state of Jammu and Kashmir. യെസ്. അതിപ്പോ ഉണ്ടോ? ഇല്ല. ഇല്ല, എടുത്തു മാറ്റി. പക്ഷെ ഇതിലാതെ എഴുതിയിട്ടില്ല സാർ. അതിനു മുമ്പേ അടിച്ച പുസ്തകമായിരിക്കും അത്. കേട്ടോ? യെസ്. ഹൗ മെനി ഷെഡ്യൂൾസ് ആർ ദെയർ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ? എത്ര ഷെഡ്യൂൾ ഉണ്ട്? 12. 12 ഷെഡ്യൂൾസ്. സാധനമാണോ സാർ?
നമ്മൾ മുമ്പ് പഠിച്ചത് പിന്നെ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ നേരത്തെ വന്നു. നമ്മൾ പഠിച്ചതാ റിവിഷൻ പോലെ കോൺസ്റ്റിറ്റ്യൂഷന്റെ കുറച്ച് കീ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്ക് പ്രത്യേകം പ്രിഫറൻസ് ഇതിൽ വേണ്ടി വന്ന തന്നേക്കുന്നത് ഒട്ടുമിക്ക ക്വസ്റ്റ്യനും കേട്ടോ. 23 power to punish for its contempt makes a High Court of India as dash. ഹൈക്കോടതിയുടെ ഉത്തരവുകളെ അനുസരിക്കാത്തവനെ പണിഷ് ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാ ചോദ്യം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കോർട്ട് ഓഫ് റെക്കോർഡ്. യെസ്, 23C മീൻസ് കോർട്ട് ഓഫ് റെക്കോർഡ്. കോർട്ട് ഓഫ് റെക്കോർഡിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, യെസ്. അടുത്തത് 24. വാട്ട് cannot be done directly cannot be done indirectly. നേരിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രവൃത്തി വളഞ്ഞ വഴി കൂടെ ചെയ്യാൻ അനുവദിക്കത്തില്ല. ദിസ് സ്റ്റേറ്റ്മെന്റ് എംഫസൈസ് ഡോക്ട്രിൻ ഓഫ് ഡാഷ്. അതിനെ എന്തു പറയും? ഡോക്ട്രിൻ ഓഫ് കളറബിൾ ലെജിസ്ലേഷൻ എന്ന് പറയും. എന്താണ്? എന്ത് പറയും? കളറബിൾ ലെജിസ്ലേഷൻ. വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നേരിട്ട് ഒരു നിയമം ഉണ്ടാക്കാൻ കഴിയില്ലെങ്കിൽ വളഞ്ഞ വഴി കൂടെ ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ അത് നമ്മൾ എന്ത് ചെയ്യും? അൺകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ് സ്ട്രക്ക് ഔട്ട് ചെയ്തു. അതിനൊക്കെ ആലോചിക്കണമെങ്കിൽ നമ്മുടെ തലയിൽ ആളുതാമസം വേണം. അങ്ങനെയുള്ള ആർഗ്യുമെൻ്റ് ഒക്കെ ഫ്രെയിം ചെയ്തുകൊണ്ട് വരണമെങ്കിൽ. ദാറ്റ് ഈസ് ഡോക്ടർ ഓഫ് കളറബിൾ ലെജിസ്ലേഷൻ. മനസ്സിലായോ? The President of India can make laws during recess of Parliament through dash. പ്രസിഡന്റിന് നിയമം നിർമ്മിക്കാൻ പറ്റുന്നത് എന്തിന്റെ പേരാണ് അവന് പറയുന്നത്? എന്തായാലും എൻ്റെ പേര് ഓർഡിനൻസ്. പ്രസിഡന്റും ഗവർണറും നിർമ്മിക്കുന്ന നിയമത്തിന്റെ പേരാണ് ഓർഡിനൻസ്. ബില്ലെന്ന് പറഞ്ഞാൽ എന്താണ്? രാജ്യസഭയിലും ലോക്സഭയിലും ലോകസഭയിലും രാജ്യസഭയിലും എംപിമാരോ മന്ത്രിമാരോ അവതരിപ്പിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെയാണ്, ഈ ഒരു നിയമം വേണമെന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെയാണ് ബില്ലെന്ന് പറയുന്നത്. ആ ബില്ല് പാസ്സാക്കിയതിന് ശേഷം പ്രസിഡന്റ് ഒപ്പിട്ടാൽ അതിനെ എന്തു പറയും? നിയമം എന്ന് പറയും. ഓക്കെ, അങ്ങനെ പാർലമെന്റ് പാസ്സാക്കാതെ പ്രസിഡന്റ് ഒപ്പിടുന്ന നിയമത്തിനെയാണ് എന്ത് പറയുന്നത്? ഓർഡിനൻസ്. മനസ്സിലായോ? 26. ഇൻ ദി ആബ്സെൻസ് ഓഫ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഇല്ലെങ്കിൽ, ഹു അഡ്മിനിസ്ട്രേറ്റ്സ് ദ ഓത്ത് ഓഫ് അഫർമേഷൻ ടു ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പ്രസിഡന്റിന് ആരാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് എന്നാണ് ചോദ്യം. ആരാണ്? Senior most judge of Supreme Court. Yes, senior most judge of the Supreme Court. സുപ്രീം കോടതിയിൽ ഏറ്റവും തവണ ഇരുന്ന, കസേരയിലിരുന്ന, പ്രായം കൂടിയെന്നല്ല, സുപ്രീം കോടതിയിൽ ഏറ്റവും തവണ കസേരയിലിരുന്ന ജഡ്ജി, അതാണ് സീനിയർ മോസ്റ്റ് ജഡ്ജ് ഓഫ് ദ സുപ്രീം കോടതി എന്ന് പറയുന്നത്. അടുത്തത് 27. ഇതാണ് 27 പറയുന്നത്. ഹൂ ബിക്കംസ് ദ ആക്ടിംഗ് ഗവർണർ ഇൻ ദ ഇവന്റ് ഓഫ് ഗവർണർസ് ഡെത്ത്. ഗവർണർ മരിച്ചാൽ ആക്ടിംഗ് ഗവർണറായി പ്രവർത്തിക്കുന്നത് ആരാണ്? ആരായിരിക്കും? ചീഫ് ജസ്റ്റിസ് ഓഫ് ദ ഹൈക്കോർട്ട്. ആരായിരിക്കും? ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട്. യെസ്. അപ്പോൾ നിയമസഭയിൽ നിന്ന് നിയമം പാസ്സാക്കിയിട്ട് ഹൈക്കോടതി കൊണ്ടുവരും, ഒന്ന് ഒപ്പിട്ട് തരാൻ പറഞ്ഞിട്ട്. മനസ്സിലായോ? ഗവർണർ മരിച്ചാൽ ഗവർണർക്ക് പകരം പ്രവർത്തിക്കുന്ന ആളാരാണ്? ആക്ടിംഗ് ഗവർണറായി പ്രവർത്തിക്കുന്ന ആരാണ്? ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട്. അപ്പോൾ നിയമസഭ നിയമം പാസ്സാക്കിയാൽ അത് ഒപ്പിടണമെങ്കിൽ, ബില്ല് പാസ്സാക്കിയാൽ ഒപ്പിട്ട് നിയമമാക്കണ്ടേ? അപ്പോൾ ഹൈക്കോടതി കൊണ്ടുവരും ഇദ്ദേഹത്തിൻ്റെ കൊണ്ട് ഒപ്പ് വാങ്ങാൻ. ഗവർണർ ഒപ്പിടണ്ടേ? മനസ്സിലായോ മക്കളെ? സർ.
യെസ്. നെക്സ്റ്റ് 28. ഏതാണ് 28? How many times the proclamation of national emergency has been forced in India? എത്ര തവണ ദേശീയ അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്? എത്ര തവണ ഉണ്ടായിട്ടുണ്ട്? 3. 3. 3 തവണ. 3 തവണ. മിക്കവാറും നിങ്ങളുടെ പരീക്ഷ വരുമ്പോൾ അത് 4 തവണയാവുമെന്നാണ് തോന്നുന്നത്. 3 തവണ. Who was the first person to become the Prime Minister of India without being the member of Lok Sabha? ലോകസഭാ അംഗമല്ലാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ആദ്യത്തെ വ്യക്തി ആരാണ്? Indira Nehru Gandhi. അതെ, ഇന്ദിരാ നെഹ്റു ഗാന്ധി. കാരണം എന്താണ്? ജവഹർലാൽ നെഹ്റു മരിച്ചു, അപ്പോഴേ ഇന്ദിരാഗാന്ധിയെ ആരാക്കി? പ്രധാനമന്ത്രിയായി. അതിനെ ജനാധിപത്യം എന്ന് പറയാൻ വലിയ പാടാണ് കേട്ടോ. എങ്കിലും കുറച്ച് നല്ല കാര്യങ്ങൾ ഇന്ദിരാഗാന്ധി ചെയ്തിട്ടുണ്ട്. എനി ഡൗട്ട്സ്? എനി ഡൗട്ട്? ഇല്ല സർ. യെസ്, വായിച്ചോ കേൾക്കട്ടെ. 20 seats of both the President and the Vice President of India are vacant when the... Sir, കേൾക്കില്ലേ? കേൾക്കുന്നുണ്ട്, വായിച്ചോ. When the office of both the President and Vice President of India are vacant, then the functions will be discharged by Chief Justice of India. 21. Which article of the Constitution of India provides that the Government of India can sue and be sued in the name of Union of India? Article 300. 22. How many schedules are there in the Constitution of India? 12. 23. Powers to punish for its conduct make a High Court in India, court of record. 24. What cannot be done directly cannot be done indirectly. The statement emphasizes the doctrine of colorable legislation. 25. President of India can make laws during recess of Parliament through ordinance. 26. In the absence of Chief Justice of India who administered in the oath or affirmation to the President of India, senior most judge of Supreme Court. 27. Who becomes the acting governor in the event of governor's death? Chief Justice of High Court. 28. How many times the proclamation of national emergency has been enforced in India? 3 times. 29. Who was the first person to become the Prime Minister of India without being the member of Lok Sabha? Indira Nehru Gandhi. ജിഷ്മോളെ വായിച്ചേ. Sir. 20. When the offices of both the President and Vice President of India are vacant, then their functions will be discharged by Chief Justice of India. 21. Which article of the Constitution of India provides that Government of India can sue and be sued in the name of Union of India? Article 300. 22. How many schedules are there in the Constitution of India? 12. 23. Powers to punish for its conduct makes a High Court in India a court of record. 24. What cannot be done directly cannot be done indirectly. This statement emphasizes the doctrine of colorable legislation. 25. President of India can make laws during recess of Parliament through ordinance. 26. The absence of Chief Justice of India who administers the oath or affirmation to the President of India, senior most judge of Supreme Court. 27. Who becomes the acting governor in the event of governor's death? Chief Justice of High Court. 28. How many times the proclamation of national emergency has been enforced in India? 3 times. 29. Who was the first person to become the Prime Minister of India without being the member of Lok Sabha? Indira Gandhi. Any doubts? Illa sir. Yes. 30.
The Prime Minister of India is dash. എന്താണ്? അപ്പോയിൻമെൻ്റ് ആണോ, എലക്ഷൻ ആണോ, സെലക്ഷൻ ആണോ, നോമിനേഷൻ ആണോ, എന്താണ് ചോദ്യം? ഈസ് ആൻ അപ്പോയിൻറ്റഡ്. അല്ലേ? എന്താണ്? അപ്പോയിൻറ്റഡ്. എങ്ങനെയാണ്? ഭൂരിപക്ഷം കിട്ടുന്ന പാർട്ടികളെല്ലാം കൂടെ ചേർന്ന് അദ്ദേഹത്തിൻ്റെ നേതാവിനെ തീരുമാനിക്കും. ആ നേതാവ് നേരെ ആരെ പോയി കാണും? പ്രസിഡന്റിനെ പോയി കാണും. ഞാനാണ് നേതാവ്, എന്നെ പ്രധാനമന്ത്രിയായി അപ്പോയിൻമെൻ്റ് ചെയ്യണമെന്ന് പറയും. അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്ന എം പിമാരുടെ കത്തും കൂടെ മേടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ടൊരു അപ്പോയിൻമെൻറ്റ് പോസ്റ്റാണ് പ്രൈം മിനിസ്റ്റർ. ദ പ്രോസസ് ഓഫ് വിച്ച് one of the following taxes has to compulsory divided between the union and the state as per the provision of the constitution. ഭരണഘടനയുടെ തത്വങ്ങളനുസരിച്ച് പിരിക്കുന്ന ടാക്സ് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും വീതിച്ചെടുക്കണം എന്ന് പറയുന്ന ടാക്സ് ഏതാണ്? കസ്റ്റംസ് ഡ്യൂട്ടി. എന്ത് ഡ്യൂട്ടിയാണ്? ക്വസ്റ്റ്യൻ മനസ്സിലായോ? The proceeds of which one of the following taxes, താഴെ പറയുന്ന ടാക്സിൽ ഒരെണ്ണം, has to compulsorily divided between union and the state, സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും വീതിക്കണം. ആസ് പെർ ദ പ്രൊവിഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻ അനുസരിച്ച് വിഭജിക്കണം. അതേതാണ്? കസ്റ്റം ഡ്യൂട്ടിയാണ്. മനസ്സിലായോ? അടുത്തത്, when a bill is passed by parliament, പാർലമെന്റ് ഒരു ബില്ല് പാസ്സാക്കുമ്പോൾ the president has the power to dash, പ്രസിഡന്റിന് ഒരധികാരമുണ്ട്. എന്തിന്? റിട്ടേൺ ഇറ്റ് ഫോർ റീകൺസിഡറേഷൻ. റിട്ടേൺ ഇറ്റ് ഫോർ റീകൺസിഡറേഷൻ. ഓക്കെ? ആ പറയുന്നതിൽ വളരെ കൃത്യമായി പരിശോധിച്ച് നോക്കിയാൽ റിജക്റ്റ് ചെയ്യാൻ അവകാശമില്ല, റെഫ്യൂസ് ചെയ്യാനും അധികാരമില്ല. റിട്ടേൺ ഇറ്റ് ഫോർ റീകൺസിഡറേഷൻ ശരിയാണ്. കൺസൾട്ട് വിത്ത് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, സുപ്രീം കോടതിക്ക് അയച്ചു കൊടുത്ത് നിയമം ഒപ്പീനിയൻ വാങ്ങാനും അവകാശമുണ്ട്. 32 ക്വസ്റ്റ്യൻ്റെ ആൻസർ കൂടുതൽ ആപ്റ്റായത് റിട്ടേൺ ഇറ്റ് ഫോർ റീകൺസിഡറേഷൻ ആണ് കേട്ടോ. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞേക്കുന്നത്. സുപ്രീം കോടതിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യാം. മനസ്സിലായോ? യെസ്. അടുത്തത് 33. A member of State Public Service Commission be removed on the ground of misbehavior only after an inquiry has been conducted by dash. ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ അംഗത്തിന് അയാളുടെ സ്വഭാവ ദൂഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ എന്ത് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? എൻക്വയറി ഹാസ് ബി കണ്ടക്റ്റഡ് ബൈ ഡാഷ്. ഒരു അന്വേഷണം ആര് നടത്തണം? സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ നടത്തണം. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ അന്വേഷണം നടത്താമെന്ന് പോകുന്നില്ല, അദ്ദേഹം ഒരു ഏജൻസിയെ വെക്കും. ഏജൻസി അന്വേഷിച്ചുകൊണ്ട് വരുന്നതിന് താഴെ അദ്ദേഹം ഒപ്പിട്ട് കൊടുക്കും. മനസ്സിലായോ? യെസ്. ഹലോ? യെസ്. അടുത്തത്, the judicial review in India is based on rule of law. The judicial review of India is based on dash. ഏതിനെയാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്? പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. എങ്ങനെയാണ് ഒരു നിയമം നടപ്പാക്കേണ്ടത് എന്ന് ഒരു പ്രൊസീജിയർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ക്രിമിനൽ പ്രൊസീജിയറൽ കോഡ് എന്ന് പറയുന്നത്, സിവിൽ പ്രൊസീജിയർ കോഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ചെയ്ത രീതി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതിനെയാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. The Constitution of India does not contain any provision for impeachment of dash.
ആരെയാണ് ഇംപീച്ച് ചെയ്യാൻ പറ്റാത്തത്? The governor of a state. സ്റ്റേറ്റ് ഗവർണറെ ഇംപീച്ച് ചെയ്യാൻ വകുപ്പില്ല. തിരിച്ചു വിളിക്കാനേ വകുപ്പുള്ളൂ. തിരിച്ചു വിളിക്കും കേട്ടോ. പ്രസിഡന്റ് വിളിച്ചു പറയുമെങ്കിൽ വാ എന്ന് പറയും. യെസ്, നിങ്ങളിൽ എനിക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു, പ്ലഷർ നഷ്ടപ്പെട്ടു, രാജിക്കത്ത് തരാൻ പറയും. അതിനെ റിട്ടേൺ ചെയ്യും. റിട്ടേൺ ബാക്ക്, കോൾ ബാക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ചീഫ് ജസ്റ്റിസിനെ ഇംപീച്ച് ചെയ്യാം, പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാം, ചീഫ് ജസ്റ്റിസ് ഓഫ് ദ ഹൈക്കോർട്ടിനെ ഇംപീച്ച് ചെയ്യും. ഗവർണറെ ഇംപീച്ച് ചെയ്യാൻ വകുപ്പില്ല. മനസ്സിലായോ? അടുത്തത്, The Supreme Court provided the theory of basic structure of the Constitution in dash case. ബേസിക് സ്ട്രക്ചർ തിയറി എന്ന് പറയുന്ന കേസ് ഫ്രെയിം ചെയ്തത് ഏത് കേസിലാണ്? കേശവാനന്ദ ഭാരതി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1973 എന്ന് പറയുന്ന കേസിലാണ്. ബേസിക് സ്ട്രക്ചർ, നിങ്ങൾ ഭരണഘടന പഠിക്കുമ്പോൾ, ഭരണഘടന പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണ് വാട്ട് ഈസ് ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. The parliament can amend any provision of the constitution without the basic structure of the constitution എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ബേസിക് സ്ട്രക്ചർ തിയറി പറഞ്ഞത് ഏത് കേസിലാണ്? കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. യൂണിയൻ ഓഫ് ഇന്ത്യ അല്ല കേട്ടോ, സ്റ്റേറ്റ് ഓഫ് കേരള. In India, the power of judicial review is restricted. ഇന്ത്യയിൽ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് നിയന്ത്രണങ്ങൾക്കകത്ത് നിൽക്കുന്നതാണ്. എന്തുകൊണ്ടാണ്? ദ ലെജിസ്ലേച്ചർ ഈസ് സുപ്രീം. സുപ്രീം കോർട്ട് ഈസ് നോട്ട് സുപ്രീം, ഹൈക്കോർട്ട് ഈസ് നോട്ട് സുപ്രീം, ബട്ട് ദ ലെജിസ്ലേച്ചർ ഈസ് സുപ്രീം. മനസ്സിലായോ? നിയമനിർമ്മാണ സഭകളാണ് പരമാധികാരം കൈകാര്യം ചെയ്യുന്നത്, സുപ്രീം കോടതിയും ഹൈക്കോടതിയും അല്ല. ഇൻ ഇന്ത്യ ദ പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ ഇസ് റെസ്ട്രിക്റ്റഡ്. ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ വളരെ നാരോ ഇൻ്റർപ്രിട്ടേഷനാണ്, വളരെ ചുരുങ്ങിയ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് ലെജിസ്ലേച്ചർ ഈസ് സുപ്രീം. ലെജിസ്ലേറ്റീവ് സൂപ്പർമസി ഉണ്ടായതുകൊണ്ടാണ്. മനസ്സിലായോ? അടുത്ത്, the advice of the Supreme Court is not to binding the president. ഒരു നിയമത്തെക്കുറിച്ച് പ്രസിഡന്റിന് ഒപ്പിടാൻ താല്പര്യമില്ലെങ്കിൽ അദ്ദേഹം ആ നിയമം നേരെ സുപ്രീം കോടതിയിൽ അയച്ചു കൊടുക്കും. സുപ്രീം കോടതി വാദം കേട്ടതിന് ശേഷം ഒരു അഭിപ്രായം പറയും. അഭിപ്രായം പറഞ്ഞാൽ അദ്ദേഹത്തെ സ്വീകരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. നോട്ട് ടു ബൈൻഡിങ് ഓൺ ദ പ്രസിഡന്റ്. മനസ്സിലായോ? The advice of the Supreme Court is not to binding to the President എന്നാണ് പറഞ്ഞത്. അത് യാതൊരു കാരണവശാലും പ്രസിഡന്റ് അംഗീകരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ബിക്കോസ് പ്രസിഡന്റ് ഈസ് ഇമ്മ്യൂൺ ഫ്രം ദ അഡ്വൈസ് ഓഫ് എനി കോർട്ട്. യെസ്. നെക്സ്റ്റ്, അണ്ടർ വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഗവൺമെന്റ് ഹാസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഭാരത് രത്ന ആൻഡ് പത്മശ്രീ അവാർഡ്. ഭാരതരത്ന എന്ന് പറയുന്ന അവാർഡും പത്മശ്രീയും ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് കൊടുക്കുന്നതെന്ന്? ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 18 ഒന്ന് വായിച്ചേ കേൾക്കട്ടെ. Article 18, abolition of titles. യെസ്, അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് പലരും പല പേരുകളും സ്വന്തമായി നടന്നിരുന്നു. അതൊന്നും നമ്മൾ ഇനി അനുവദിക്കുകയില്ല കേട്ടോ എന്ന് പറഞ്ഞു. അതിനെയാണ് അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് എന്ന് പറയുന്നത്. വട്ടപ്പേരുകൾ അനുവദിക്കില്ല. അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് എന്താണ് പറയുന്നത്? നോ ടൈറ്റിൽ നോട്ട് ബീങ് മിലിറ്ററി ഓർ അക്കാഡമിക് ഡിസ്റ്റിങ്ഷൻ ഷാൽ ബി കൺഫേർഡ് ബൈ ദ സ്റ്റേറ്റ്. മിലിറ്ററിയോ അക്കാഡമിക്കോ ആയി ഗവൺമെൻറ് കൊടുക്കുന്നതല്ലാതെ വട്ടപ്പേരുകൾ സ്വീകരിക്കാൻ പാടില്ല. നോ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഷാൽ അക്സെപ്റ്റ് എനി ടൈറ്റിൽ ഫ്രം എനി ഫോറിൻ സ്റ്റേറ്റ്. വിദേശ രാജ്യങ്ങൾ കൊടുക്കുന്ന വട്ടപ്പേരുകൾ സ്വീകരിക്കാൻ പാടില്ല. നോ പേഴ്സൺ ഹു ഈസ് നോട്ട് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ
shall while holds office in the profit of the trust of the state accept without the consent of the president from any foreign state. ഒരു വിദേശി ഇന്ത്യയിൽ ജോലി ചെയ്താൽ ഇന്ത്യയിലെ ഖജനാവിൽ നിന്ന് ശമ്പളം വാങ്ങുന്നെങ്കിൽ വിദേശ രാജ്യം കൊടുക്കുന്ന വട്ടപ്പേരുകൾ സ്വീകരിക്കാൻ പാടില്ല. മനസ്സിലായോ? അതിനെയാണ് അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് എന്ന് പറയുന്നത്. കൂടി കിട്ടിയോ മക്കളെ? യെസ്. ആർട്ടിക്കിൾ 14 എന്ത് പറയുന്നു? Equality before law and equal. യെസ്. 21 21 Protection on life and personal liberty. റൈറ്റ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. 16 equality of opportunity in matters of public employment. യെസ്. ഇക്വാളിറ്റി ഓപ്പർച്യൂണിറ്റി ഇൻ ദ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെന്റ്. അടുത്തത്, ഹു എൻജോയ്സ് എ റൈറ്റ് ടു ഇമ്പോസ് റീസണബിൾ റെസ്ട്രിക്ഷൻ ഓൺ ദ ഫണ്ടമെന്റൽ റൈറ്റ് ഓഫ് ഇന്ത്യൻ സിറ്റിസൺ. ഫണ്ടമെന്റൽ റൈറ്റിന് മുകളിൽ റീസണബിൾ റെസ്ട്രിക്ഷൻ ഇമ്പോസ് ചെയ്യാൻ ആർക്ക് കഴിയും? ആർക്ക് കഴിയും? Parliament. പാർലമെന്റിന് കഴിയും. 41. Which one of the following fundamental right is restrained by Preventive Detention Act? Preventive Detention Act പ്രകാരം നമ്മൾ ഒരു ഫണ്ടമെന്റൽ റൈറ്റിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏത് റൈറ്റ് ആണ്? ഏതാണ്? Right to freedom. ഫ്രീഡം. എല്ലാം എപ്പോഴും എവിടെയും കയറി ചെല്ലാൻ പറ്റത്തില്ല. വായി വരുന്നത് പറയാൻ പറ്റില്ല. മനസ്സിലായോ? 6 ഫ്രീഡം ഉണ്ട്. 6 ഫ്രീഡത്തിൻ്റെ മുകളിൽ വെച്ച കത്തിയാണ് ഏതാ? പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ. പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കരുതൽ തടങ്കൽ. മനസ്സിലായോ? ഞാൻ ശരിയല്ല എന്ന് നമ്മുടെ ഭരണാധികാരിക്ക് തോന്നിയാൽ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ആക്ട് പ്രകാരം പൊക്കി അങ്ങ് അകത്ത് വെക്കാം. അവിടെ എമർജൻസി ഒക്കെ പ്രഖ്യാപിക്കുമ്പോ എമർജൻസി പ്രഖ്യാപിക്കുമ്പോൾ, ബന്ദ് പ്രഖ്യാപിക്കുമ്പോൾ ആമ്പിള്ളാരെയൊക്കെ പിടിച്ചകത്ത് വെക്കും. അതാണ് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ. അടുത്തെന്താണ്? In India, women were allowed to contest election to public office for the first time in dash. സ്ത്രീകളെ സ്വതന്ത്രമായി ഇലക്ഷന് മത്സരിക്കാൻ അനുവദിച്ചത് ഏത് വർഷം മുതലാണെന്ന്? ഏത് വർഷം മുതലാണ്? 1935. 1935 ആക്ട് പ്രകാരം, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രകാരം അതുവരെ സ്ത്രീകൾ മത്സരിക്കാൻ പറ്റത്തില്ലായിരുന്നു. എന്നിട്ട് പറയാണ് സ്ത്രീ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന രാജ്യമായിരുന്നു ഇന്ത്യ. അകത്തമ്മ ആയൻ്റെ അകത്തളം വാഴുമോ എന്നാണ് പാടിയിട്ടുള്ളത്. മനസ്സിലായോ? അന്തർജനമായി അകത്തിരുന്നോണമായിരുന്നു. സ്ത്രീക്കും പുരുഷനും തുല്യനീതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ചാടുന്നവരൊക്കെ ഉണ്ടല്ലോ, വീട്ടിന് പുറത്തിറങ്ങത്തില്ലായിരുന്നു. Which one of the following bodies is not set up under the Constitution of India? താഴെ പറയുന്നതിൽ ഭരണഘടനാ സ്ഥാപനമല്ലാത്തത് ഏതാണ്? ഏതാണ്? National Human Rights Commission. Yes, it is a commission. It is not a constitutional body. ഭരണഘടന പറഞ്ഞ സ്ഥാപനമല്ല. ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വേണമെന്ന് അന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആൾക്കാർക്ക് മനസ്സിലായില്ലായിരുന്നു. പിന്നെയാണ് അത് ഉണ്ടാക്കിയത്, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. നെക്സ്റ്റ് നോക്കൂ, ഈക്വൽ ജസ്റ്റിസ്. നമ്മൾ ഈ പേജ് വായിച്ചില്ലല്ലോ അല്ലേ? യെസ്. 30 മുതൽ വായിച്ചേ കേൾക്കട്ടെ. 30 മുതൽ 43 വരെ വായിക്കും. 30. The Prime Minister of India is an appointed. 31. The proceeds of which one of the following taxes has to compulsory divided between the union and the state as per the provisions of the Constitution. Customs duty. 32. When a bill is passed by Parliament, the President has the power to return it for reconsideration. 33. A member of State Public Service Commission be removed on the ground of misbehavior only after an inquiry has been conducted by the Supreme Court of India. 34. Judicial review in India is based on procedure established by law. 35. The Constitution contain any provision
for the impeachment of the governor of a state. 36. The Supreme Court provided the theory of basic structure of the Constitution in Keshavananda Bharati case. 37. In India, the power of judicial review is restricted because the legislature is supreme. 38. The advice of the Supreme Court is not binding on the President. 39. Under which article of the Constitution the government has instituted Bharat Ratna and Padma Shri Award, Article 18. 40. Who enjoys the right to impose reasonable restriction on the fundamental rights of an Indian citizen? The Parliament. 41. Which one of the following fundamental rights is restrained by the Preventive Detention Act, right to freedom? 42. In India, women were allowed to contest election to the public office for the first time in 1935. 43. Which of the following bodies is not set up under the Constitution of India? National Human Rights Commission. just നമ്മൾ വായിച്ചേ. Sir. 30. The Prime Minister of India is appointed. 31. Proceeds of which one of the following taxes has to compulsorily divided between the Union and the states as per the provisions of the Constitution, Customs Duty. 32. A bill is passed by Parliament. The President has the power to return it for reconsideration. 33. A member of State Public Service Commission be removed on the ground of misbehavior only after an inquiry has been conducted by the Supreme Court of India. 34. Judicial review in India is based on procedure established by law. 35. The Constitution of India does not contain any provision for the impeachment of the governor of a state. 36. The Supreme Court provided the theory of basic structure of the Constitution in Keshavananda Bharati case. 37. In India, the power of judicial review is restricted because the legislature is supreme. 38. The advice of the Supreme Court is not binding on the President. 39. Under which article of the Constitution the government has instituted Bharat Ratna and Padma Shri awards? Article 18. 40. Who enjoys the right to impose reasonable restriction on the fundamental rights of Indian citizens? The Parliament. 41. Which one of the following fundamental right is restrained by the Preventive Detention Act, right to freedom? 42. In India, women were allowed to contest election to public offices for the first time in 1935. 43. Which of the following bodies is not set up under the Constitution of India? National Human Rights Commission. Yes. Yes. Equal justice and free legal aid is dealt under Article 39A of the Constitution of India. 39A എവിടെയാ വരുന്നേ? Part 4. Directive Principles of State Policy. യെസ്, 39A വരുന്നത് DPSPയിലാണ്. The removal of the member of Public Service Commission is governed by Article 317 of the Constitution of India. 314 പ്രകാരമാണ് ആരെ റിമൂവ് ചെയ്യുന്നത്? പബ്ലിക് സർവീസ് കമ്മീഷനിലെ ഒരു അംഗത്തിനെ റിമൂവ് ചെയ്യുന്നു. Which directive principle of state policy speak to separating the judiciary from executive? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ പറഞ്ഞിരിക്കുന്നു ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്ന് വേർതിരിക്കണം. എന്താ ജുഡീഷ്യറി? കോടതി സംവിധാനങ്ങളെയാണ് നമ്മൾ ജുഡീഷ്യറി എന്ന് പറയുന്നത്. എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോടതി അല്ലാത്ത സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പറയുന്നതിനെയാണ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അപ്പോൾ ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്ന് വേർതിരിക്കുന്നത് ആർട്ടിക്കിൾ 50 പ്രകാരമാണ്. 50 എവിടെ വരും? DPSP വരും. The retirement age of the judge of the Supreme Court is 65 years. 65 വയസ്സിൽ പറയും മതി, സേവനം മതി, വീട്ടിൽ പോയിരുന്നു, പെൻഷൻ തരാമെന്ന് പറയും. 65 years. Election petition is to be filed before High Court. Election petition എവിടെയാണ് ഫയൽ ചെയ്യുന്നത്? ഹൈക്കോടതിയിലാണ്. താഴെ വല്ല കോടതിയിലും എങ്ങും എടുക്കൂല, ഹൈക്കോടതി മാത്രമേ എടുക്കുള്ളൂ കേട്ടോ.
Yes. Out. മിണ്ടുന്നില്ലേ? എന്താ സർ? എന്തെങ്കിലും സംശയമുണ്ടോന്ന്? ഇല്ല സാർ. അപ്പോൾ വായിച്ചു കേൾക്കട്ടെ. Equal justice and free legal aid is dealt with under Article 39A of the Constitution of India. Yes. The removal of a member of the Public Service Commission is governed by Article 317 of the Constitution of India, Yes. which directive principle of state policy speaks of separating the judiciary from the executive. Article 15. Yes. The retirement age of the judges of the Supreme Court of India is 65 years. Yes. Election petition is to be filed before the High Court. Yes. ജിഷ്മോട് വായിച്ചു കേൾക്കട്ടെ. Equal justice and free legal aid is dealt with under Article 39A of the Constitution of India. The removal of a member of the Public Service Commission is governed by Article 317 of the Constitution of India, which directs principles of state policy of the judiciary from the executive. Article 50. The retirement age of the judges of the Supreme Court of India is 65 years. Election petition is to be filed before the High Court. Yes.